ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 2-3 കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ കേട്ടോ. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്യുന്ന 2-3 വീഡിയോ കേട്ടോ കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പം എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൃപ്തിയാകാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഇടാണ്ട് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർഡറൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഇടാൻ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എടുത്തേക്കുന്നൊരു ചെറിയൊരു സ്റ്റാർ നോസിലോട്ടെ, നമ്പറൊന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങ് ചെയ്തതേ ഉള്ളത്. നമ്മുടെ ഒരു മോൾഡ് വെച്ചിട്ട് ഞാനൊരു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ച് തന്നെ കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പം ഇതുപോലെ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സെയിം നോസിൽ വെച്ചിട്ട് ലീഫ് പോലെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലീഫിൻ്റെ ഷേപ്പ് ആകുന്ന പോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ അപ്പുറമായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലീഫെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സെയിം നോസിൽ വെച്ച് ഈ നോസിലോട്ടോ ഞാൻ ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു സെയിം നോസിൽ വെച്ച് തന്നെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ പോലെ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെടുത്തേക്ക് നമ്മുടെ നോർമൽ പിങ്ക് കളറോട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ ജസ്റ്റ് കൊണ്ട് പ്രസ് ചെയ്ത് ചുമ്മാ ജസ്റ്റ് റൗണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ആണെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഒന്ന് ഫ്ലവറാണെന്ന് തോന്നാൻ വേണ്ടി ലാസ്റ്റിൻ്റെ സെൻറ്റർ ഒരു മറ്റേ ഗോൾഡൻ കളർ ഷുഗർ ബോൾസോടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടവിട്ട് നമുക്ക് ഈ ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവറെല്ലാം വരച്ച് കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ ആ ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത കേക്ക് പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആവുമേ. അടുത്തൊരു മാംഗോ ഫോറസ്റ്റിൻ്റെ ആട്ടോ. ഇത് 1.5 കിലോ വരുന്ന ഒരു ഇതായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല, എനിക്ക് കളർ കോമ്പിനേഷൻ എന്തോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ ഇത് എനിക്ക് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു കേക്കിൻ്റെ ഒരു ഡിസൈൻ കേട്ടോ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഫ്ലവർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കേക്കായതുകൊണ്ട് ഞാൻ 2 സൈഡിലായിട്ടും ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തേക്കുന്ന കളർ നമ്മുടെ മാജിക് റെഡിൽ നിന്നൊരു 1 ഡ്രോപ്പ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്ര ഒരു നല്ല ഷെയ്ഡായിട്ട് എനിക്ക് അപ്പോൾ തോന്നിയില്ല. ചില സമയത്ത് അത് വേറെ എന്തെങ്കിലും കളർ കോമ്പിനേഷനിലൂടെയാണ് കുഴപ്പമില്ല, വൈറ്റ് വരുമ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ല. ഞാൻ എടുത്ത കളറിൻ്റെ ഒരു ഇച്ചിരിയും ലൈറ്റായി പോയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന നോസിൽ നൂർ 44 എന്നുള്ള നോസിൽ ഇച്ചിരി വലിപ്പമുള്ള ടൈപ്പാണ് നോസിലോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തോടെ തന്നെ ഒരു 3 ഫ്ലവർ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ ആദ്യം ഫ്ലവർ വരച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിലോട്ട് വീണ്ടും പെറ്റൽസ് ഒരു ലെയർ പെറ്റലും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സെയിം തന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കാനായിട്ട് ചെറിയ ഫ്ലവറും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ കളർ ഇങ്ങനെ ജസ്റ്റ് 5 ബാൻഡായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം അതിലോട്ടോ ഫ്ലവർ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നോസിലൊരു ജസ്റ്റ് യു പോലത്തെ ടൈപ്പിലൊരു റോസ് പെറ്റൽ നോസിലോട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് വെത്തലോട്ട് ചെറിയ പെറ്റൽ വെച്ചിട്ടൊരു ഫ്ലവർ ഓട്ടോ വരയ്ക്കുന്നത്. ഇപ്പോൾ എടുത്തേക്കുന്നത് യെല്ലോ കളറാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്നത് പിങ്കും വൈറ്റും കൂടെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട്, നമുക്കത് കേക്കിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഫ്ലവറിൻ്റെ 2 എണ്ണം വരയ്ക്കുന്ന തൽക്കാലം കാണിക്കുന്നുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ ഏത് ഹോസ്പിറ്റൽ നോസിൽ വെച്ച് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇത് യു പോലെയുണ്ട് എൻ്റെ അറ്റച്ച് കെയർഡായിട്ട് തന്നെ കിട്ടും. അപ്പം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി എൻ്റെ കെയർഡായിട്ടുള്ള ചെറിയ നോസിൽ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഈ ഒരു നോസിലെടുത്ത് ബാക്കിയെല്ലാം ഇച്ചിരി വലിപ്പമുള്ള നോസിലാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിലോട്ടൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരച്ച ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലെല്ലാം ഇതുപോലെ ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഷുഗർ ബോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഫ്ലവറിൻ്റെ സെൻറ്റർ അത്യാവശ്യം ഒരു 3-4-5 ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലീഫ് കൂടെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ആ ഗ്രീൻ കളർ ആ പൈപ്പ് മാറ്റായിട്ട് ലീഫ് പോലെ ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കേക്ക് പേരും കൂടി എഴുതി കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടെ അവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു 1 kg വാനില കേക്കാണ്. 8 ഇഞ്ച് മുകളിലാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡെക്കറേഷൻ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ പകുതി ഇതിൻ്റെ സത്യം പറഞ്ഞേ ഉള്ളൂ. അതിന് ബാക്കി ജസ്റ്റ് പറയാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തൊട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ബ്ലൂ കളറൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അതായത് റോയൽ ബ്ലൂ എന്നൊരു 1 ഡ്രോപ്പ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, 2 സൈഡിലും ഇങ്ങനെ വരുന്ന രീതിയിൽ. അപ്പോൾ ഏകദേശം ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മളിതുപോലെ ക്രീം വെച്ച് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് അത് സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് സെയിം രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടി ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ കാർഡ് യൂസ് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ അത്ര ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല. നമുക്ക് സത്യം പറഞ്ഞിട്ടുള്ള തിക്കായിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് വേണേൽ ഗോൾഡൻ ഡസ്റ്റൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാൻ. ഞാൻ പിന്നെ ഇതൊരു വാനില കേക്കാണ്ട് അത് ചെയ്യാൻ നിന്നില്ല. പിന്നെ ചെറിയ ബ്ലൂ കളറിലെ പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിട്ട് ആ ബോർഡർ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ ആ ബോർഡറിലായിട്ട് ഇങ്ങനെ നമ്മുടെ ആ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കൊന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം സത്യം പറഞ്ഞ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാൻ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ വീഴുന്നില്ല. ചുമ്മാ അങ്ങനെ വീഴുവാണെങ്കിൽ ഇട്ടിട്ട് പോകലെന്ന് ഓർത്ത് അങ്ങനെ ഇട്ടാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ കൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്നിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടോപ്പിലും കൊടുത്ത് താഴെ ബോർഡറിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താഴത്തേക്ക് കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത കേക്കിൽ നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ വൈറ്റ് ക്രീം എടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്ത് കേക്ക് പേരും ചെയ്ത് കേക്ക് ഇവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാവേ.